الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ അതിനേക്കാളും വലിയ സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി നാളെ അവന്റെ സ്വലോക സ്വർഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹു നമുക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പവിത്രമായ ദീനുൽ ഇസ്ലാമിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ മഹല്ലത്തിൽ നിന്ന്, അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പവിത്രമായ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികമായും സാമ്പത്തികമായും അതേപോലെ യാത്ര ചെയ്യാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനിക്ക് മക്കയിൽ പോയി ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാമിൻ നബിയിൻ ഇല്ലാ വഖദ് ഹജ്ജ, ഹജ്ജ് ചെയ്യാതെ ഒരു പ്രവാചകന്മാരും ഈ ഭൂമിലോകത്തിൽ കൂടി കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പവിത്രമായ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി ഈ ഇന്ത്യയിൽ നിന്ന് 40 തവണ നടന്നുകൊണ്ട് ഹജ്ജിന് പോയിട്ടുണ്ട് എന്ന് കിതാബിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് ധാരാളം ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഹിജ്റയ്ക്ക് ശേഷം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹജ്ജ് മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലെ 5 കാര്യങ്ങളിൽ നിന്ന് ഈ 5 കാര്യങ്ങളിൽ പെട്ടത് ഹജ്ജ് എന്ന് പറയുന്ന കാര്യത്തെ ആരെങ്കിലും നിഷേധിക്കുകയാണ് എങ്കിൽ അവൻ കാഫിറാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായി, ശാരീരികമായി, അതേപോലെ യാത്ര ചെയ്യാൻ കഴിവുള്ള ഒരാളുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകണം എന്നാണ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവൻ പെട്ടെന്ന് ഹജ്ജിന് വേണ്ടി പോകണേ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, തഅജ്ജലു ഇലൽ ഹജ്ജ്, നിങ്ങൾ ഹജ്ജിലേക്ക് പെട്ടെന്ന് പോകണേ. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഗ്രിദു ലഹു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനിക്ക് പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും അതേപോലെ ശാരീരികമായി യാത്ര ചെയ്യാൻ സൗകര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷിയുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ഹജ്ജ് നിർവഹിക്കാൻ പോകണേ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മഹത്വമുള്ള, വളരെ പുണ്യമുള്ള ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് എത്തിയെങ്കിൽ മാത്രമേ ഹജ്ജ് നിർവഹിക്കാൻ പോവാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 25-ാം വയസ്സിലാണ് അല്ലെങ്കിൽ 30-ാം വയസ്സിലാണ് ആ മനുഷ്യനിക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശാരീരികമായും സാമ്പത്തികമായും യാത്ര ചെയ്യാൻ എല്ലാ ശേഷിയുമുണ്ട്. ആ മനുഷ്യൻ ആ സമയത്ത് ആ ശേഷി ഉണ്ടായിട്ട് അവൻ ഹജ്ജ് ചെയ്യാൻ ആ സമയത്ത് തന്നെ അവൻ പുറപ്പെടേണ്ടതുണ്ട്. പിന്നൊരു സമയത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുകയില്ല. ആ മനുഷ്യനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ആ മനുഷ്യനിക്ക് 25-ാം വയസ്സിൽ അല്ലെങ്കിൽ 30-ാം വയസ്സിൽ അല്ലെങ്കിൽ 50-ാം വയസ്സിന്റെ ഉള്ളിൽ തന്നെ എല്ലാ
ശേഷിയും എല്ലാ കഴിവും ആ മനുഷ്യനിക്ക് ഉണ്ട്. പക്ഷെ എന്നിട്ടും അവൻ ഹജ്ജ് ചെയ്തില്ല. അവന്റെ മരണം സംഭവിച്ചു. അല്ല എങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങള്, എന്തെങ്കിലും പ്രതിസന്ധികള്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ പിന്നീട് ഹജ്ജിനെ മാറ്റിവെച്ചതിന്റെ പേരിൽ ആ മനുഷ്യനിക്ക് കഠിനമായ ശിക്ഷ ആ മനുഷ്യനിക്ക് നേരിടേണ്ടി വരും. വളരെ ഗൗരവത്തോടുകൂടി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യനിക്ക് ബാഹ്യമായ രോഗങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ, ആക്രമിക്കപ്പെടുന്ന രീതിയിലുള്ള ഭരണാധികാരികളോ ഒന്നും ഇല്ല. എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ആ മനുഷ്യനിക്ക് ഒത്തിണങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഫലം യഹുജ്ജ, അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല. അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ട് അവൻ മരിച്ചു കൊള്ളട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്, മൻ മാത, ഒരു മനുഷ്യൻ മരണപ്പെട്ടു, വഹുവ മൂസിറുൻ, ആ മനുഷ്യൻ എല്ലാ നിലക്കും കഴിവുള്ള ആളാണ്. ശാരീരിക, സാമ്പത്തിക, അതേപോലെ ആരോഗ്യപരമായ എല്ലാ ശേഷിയും ആ മനുഷ്യനിക്കുണ്ട്. എന്നിട്ടും വലം യഹുജ്ജ, ആ മനുഷ്യൻ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ ജാഅ യൗമൽ ഖിയാമ, ആ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയുമോ? വബൈന ഐനൈഹി മക്തൂബുൻ കാഫിർ, ആ മനുഷ്യന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതപ്പെട്ട രീതിയിലായിരിക്കും ആ മനുഷ്യൻ നാളെ മഹ്ശറാവൻ സഭയിലേക്ക് കടന്നു വരിക എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ആ രണ്ട് കണ്ണിന്റെ ഇടയിലും എഴുതിയ കാഫിർ എന്ന് പറയുന്ന ആ പേരുണ്ടല്ലോ, എല്ലാ ആളുകളും മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകൾക്കും അന്ന് വായിക്കാൻ പറ്റുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നഊദു ബില്ലാഹ്, അത്തരം അവസ്ഥയെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പഠിപ്പിക്കുകയാണ്, ലൗ കാന ലി, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലൗ കാന ലി ജാറുൻ മൂസിറുൻ, എനിക്ക് എല്ലാ നിലക്ക് ശാരീരികമായി, സാമ്പത്തികമായി, ആരോഗ്യപരമായി എല്ലാ കഴിവുമുള്ള ഒരു അയൽവാസി എനിക്കുണ്ടായി. സുമ്മ മാത, ആ മനുഷ്യൻ മരണപ്പെട്ടു. എങ്ങനെയാണ് അവൻ മരണപ്പെട്ടതെന്നറിയുമോ? വലം യഹുജ്ജ, ഹജ്ജ് ചെയ്യാത്ത രീതിയിലാണ് അവൻ മരണപ്പെട്ടത് എങ്കിൽ ലം ഉസല്ലി അലൈഹി, ആ മനുഷ്യന്റെ പേരിൽ ഞാൻ മയ്യിത്ത് നിസ്കരിക്കൂല എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, സാമ്പത്തികമായിട്ട് അതേപോലെ എല്ലാ നിലക്കും കഴിവും എല്ലാം നമുക്ക് ഉണ്ടാകും. പക്ഷേ ഹജ്ജ് എന്ന് പറയുന്ന കാര്യത്തെ ഒരാളും മാറ്റി നിൽക്കല്ലേ. നമ്മളുടെ ഓരോരുത്തരുടെയും ധാരണയുണ്ട്, വല്ല ഉസ്താദെ ഒരു 5-8 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ മാത്രമേ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ പൈസ ചിലപ്പോൾ അട്ടിയായിട്ട് വെച്ചുകൊണ്ട് നമുക്കൊരു പക്ഷേ ഹജ്ജ് ചെയ്യാൻ നമുക്ക് പോവാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ അതിന് മറ്റുള്ള സ്രോതസ്സുകൾ ഒരു പക്ഷേ മനുഷ്യനിക്ക് ആ സഹോദരനിക്ക് ഉണ്ടാവും. ഒരുപാട് സ്വത്തും മുതലും ഉണ്ടാകും. സ്വത്തും മുതലും വിറ്റുകാണ്ട് അവൻ ഹജ്ജിന് പോവുകയാണ് വേണ്ടത്. എന്തിന് മാത്രം? പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമമുണ്ട്. ഹജ്ജ് ചെയ്യാൻ എല്ലാ കഴിവും ശേഷിയും ഉണ്ടായിട്ട് ആ മനുഷ്യൻ ഹജ്ജ് നിർവഹിക്കാൻ പോയില്ല, ആ മനുഷ്യൻ മരണപ്പെട്ടു എങ്കിൽ ആ മനുഷ്യനിക്ക് ഫർളായ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പൈസ മാറ്റി വെച്ചതിന് ശേഷമാണ് ആ മനുഷ്യന്റെ അനന്തര സ്വത്തുകൾ മറ്റുള്ള മക്കളും ഒക്കെ വീതം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമമുണ്ട്. ആരാണ് അത് പാലിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, സാമ്പത്തികമായി, ശാരീരികമായി, ആരോഗ്യപരമായി നമുക്ക് ശേഷിയുണ്ട് എങ്കിൽ ഹജ്ജ് എന്ന് പറയുന്ന കാര്യം നമുക്ക് നിർബന്ധമായ ഘടകമാണ്. അതൊരു പക്ഷേ പൈസയായിട്ടല്ലെങ്കിൽ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും ഹജ്ജിന് നമ്മൾ പോവണം. അല്ല എങ്കിൽ നമ്മുടെ അനന്തര സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പ് തന്നെ ഹജ്ജ് വീട്ടുന്നതിന് വേണ്ടിയിട്ട് ആ പൈസയെ മാറ്റി വെക്കണം. അത്രത്തോളം ഗൗരവമാണ് ശരീഅത്തുൽ ഇസ്ലാം ഈ വിഷയത്തെ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഹജ്ജ് ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഫലമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ? അൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ലൈസ
ആ മനുഷ്യനിക്ക് സ്വർഗമല്ലാത്ത മറ്റൊന്നില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹജ്ജിനെ നമ്മൾ പരമാവധി നമുക്ക് ശേഷിയും കഴിവും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ഓരോരുത്തരും വീട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. റബ്ബ് തആല ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാവട്ടെ. പവിത്രമായ മക്കയും മദീനയും കാണാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നാടുകളിൽ നിന്ന്, അതുപോലെ ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്ന്, അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല ആളുകളും ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ട്. എല്ലാ കർമ്മങ്ങളും നല്ല ഭംഗിയോടുകൂടി വീട്ടിക്കൊണ്ട് കുടുംബത്തിലേക്കും നാട്ടിലേക്കും തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹുവേ അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.